ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഗിയർ ബോക്സിൽ നിന്ന് ഡ്രൈവ് ഷാഫ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് പ്രൊപ്പല്ലർ ഷാഫ്റ്റിലോട്ട് ജോയിൻ്റുള്ള പ്രൊപ്പല്ലർ ഷാഫ്റ്റിലോട്ട് മാറ്റണതാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. ഡിഫൻഡറിൻ്റെ സ്റ്റോക്ക് തന്നെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ESC ബ്രേക്ക് ഇല്ലാത്ത ടൈപ്പ് ESC ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. പിടുത്തം കുറവാണ് വണ്ടിക്ക്. നമുക്ക് കയറ്റി ചെന്ന് ത്രോട്ടിലാണ് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങി പോവുകയും ഇപ്പോൾ ഒരു കല്ലേക്ക് കയറിയാലും ആ വീല് കയറി നിൽക്കുന്ന വീല് തന്നെ ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. സ്പീഡായിട്ട് ടോർക്ക് കുറഞ്ഞിട്ടുള്ള ഒരു നോർമലി പ്ലാസ്റ്റിക് ഗിയേഴ്സ് വെച്ചുള്ള ഒരു ഗിയർ ബോക്സ് ആണ്. മോട്ടറിൻ്റെ ഷാഫ്റ്റ് ഇരിക്കുന്ന ഗിയർ മെറ്റലാണ്. ഡ്രൈവ് ഷാഫ്റ്റിലായിട്ട് പോയേക്കണത് മെറ്റലല്ല, അത് പ്ലാസ്റ്റിക് തന്നെയാണ്. ഒരു 2 ഗിയറും കൂടി ആഡ് ചെയ്ത് സ്പീഡ് കുറച്ച് ടോർക്ക് ഇച്ചിരി കൂട്ടുക. കയറ്റത്തിൽ നിൽക്കാൻ നേരം വണ്ടി ഇറങ്ങിപ്പോണ പ്രശ്നമില്ല. ഈ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് മാത്രമേ വണ്ടി അനങ്ങത്തുള്ളൂ. എത്ര കയറ്റത്തിലും ഇറക്കത്തിലും നിന്ന് ത്രോട്ടിൽ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ വണ്ടി അവിടെ തന്നെ നിൽക്കും. ത്രോട്ടിൽ ഫോർവേഡ് ബാക്ക്വേർഡ് മാറ്റിയാൽ മാത്രമേ വണ്ടി അനങ്ങത്തുള്ളൂ. പ്ലാസ്റ്റിക്കിൻ്റെ ഗിയറാണ് ആഡ് ചെയ്യണത്, മെറ്റലിൻ്റെ അല്ല. ഇതിപ്പോൾ ജസ്റ്റ് മാക്സിമം കോസ്റ്റ് കുറച്ച് നമുക്ക് എങ്ങനെ ഈ രീതിയിൽ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോക്കകത്ത് കാണിക്കുന്നത്. ഈ ഡിഫൻഡറിനകത്ത് തന്നെ ഫ്രണ്ടും ബാക്കും ആക്സിൽ പറഞ്ഞ പ്ലാസ്റ്റിക്കാണ്. ഡ്രൈവ് ഷാഫ്റ്റ് വന്ന ലെവൽ ഗിയർ മാത്രം മെറ്റലും വലിയ ഗിയർ പ്ലാസ്റ്റിക്കുമാണ് പറഞ്ഞത്. ആക്സിൽ മാറ്റി വരാൻ നേരം പിന്നെയും കോസ്റ്റ് കൂടണമുണ്ട്. നമ്മൾ ആ സെയിം പ്ലാസ്റ്റിക്കിൻ്റെ ആക്സിൽ വെച്ചിട്ട് തന്നെ യൂണിവേഴ്സൽ ജോയിന്റ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് മാത്രമേ മാറ്റുന്നുള്ളൂ. പിന്നെ ഗിയർ ബോക്സും അപ്ഗ്രേഡ് ചെയ്യണം. ആക്സിലൊക്കെ മെറ്റലായിട്ട് മാറ്റണമെങ്കിൽ നമ്മൾ ചേസും മെറ്റലായിട്ട് മാറ്റി അതൊരു വലിയ അപ്ഗ്രേഡ് തന്നെ ചെയ്യേണ്ടി വരും. നമ്മൾ അത്രയും കോസ്റ്റ് ഈ വണ്ടിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ക്രൗളിങ് ചെയ്യാനുള്ള ഒരു മെയിനായിട്ടുള്ള 2 ഘടകമാണ് ഈ ഡ്രൈവ് ഷാഫ്റ്റും ഗിയർ ബോക്സും. വേറെ എന്തൊക്കെ പ്ലാസ്റ്റിക്കാണ്, വേറെ എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഈ 2 സാധനങ്ങളിലാണ് റിസീവർ എന്ന് കൊടുക്കണ ത്രോട്ടിലിൻ്റെ റെസ്പോൺസ് എല്ലാം അതിനകത്ത് അറിയാൻ പറ്റണത്. ഇപ്പം ഇതിനകത്ത് യൂണിവേഴ്സൽ ജോയിന്റ് മാറ്റണതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റലിൻ്റെ ഒരു ഡ്രൈവ് ഷാഫ്റ്റാണ് ഇതിൽ ഗിയർ ബോക്സിൽ നിന്നും ആക്സിലിൻ്റെ ബെവൽ ഗിയറിലായിട്ടും പോയേക്കണത്. അത് അന്നേരം യൂണിവേഴ്സൽ ടൈപ്പ് അല്ല, യൂണിവേഴ്സൽ ജോയിൻ്റുള്ള ടൈപ്പ് അല്ല. ജസ്റ്റ് നോർമൽ ഒരു ഷാഫ്റ്റ് പോയിട്ട് അതിൻ്റെ അറ്റത്ത് മൈനസ് പോലെ ഇരുന്നിട്ട് ഇത് മെയിലും ഫീമെയിലും ആയിട്ട് ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യണത്. ഈ ബെവൽ ഗിയർ മെറ്റലും ഈ സംഭവം മെറ്റലായതുകൊണ്ട് ഇത് കുറേ ഓടിക്കുമ്പോൾ തേയ്മാനം വന്ന് ഈ മൈനസ് ആയിട്ടുള്ള ഭാഗം തേഞ്ഞ് തീർന്നിട്ട് അവിടെ പ്ലേ ആണ് പറഞ്ഞത്. നമ്മുടെ വണ്ടി ഇപ്പം നമ്മൾ നിർത്തിയാലും ഒരു കയറ്റത്തിൽ നിന്ന് നിർത്തിയാലും ത്രോട്ടിലെന്ന് വിട്ടാലും ആ പ്ലേ ഒന്ന് വർക്കായി കഴിഞ്ഞിട്ട് മാത്രമാണ് ഇത് നിൽക്കുന്നത്. ശരിക്കും ഹാർഡായിട്ടുള്ള ഓഫ് റോഡ് ചെയ്യാൻ നേരം ചെറിയ മൂവ്മെൻറ്റ് പോലും നമുക്ക് അവിടെ നല്ല വലിയൊരു ട്രാവലായിട്ട് അത് ബാധിക്കും. അതുകൊണ്ട് മൈന്യൂട്ടായിട്ട് നമ്മൾ ചെയ്യണ റെസ്പോൺസ് മാത്രമേ വണ്ടിയിലും വരാൻ പാടുള്ളൂ. മാക്സിമം കോസ്റ്റ് കുറച്ച് അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഇതാണ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ബെവൽ ഗിയറിലായിട്ട് യൂണിവേഴ്സൽ ജോയിന്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ മെറ്റൽ ഷാഫ്റ്റിൻ്റെ പീസ് തന്നെ വെച്ച് കട്ട് ചെയ്ത് വെൽഡ് ചെയ്തെടുക്കാനാണ് നമ്മൾ പ്ലാൻ ഇട്ടേക്കണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബെവൽ ഗിയർ എപ്പോഴും മെറ്റൽ പീസ് വെച്ച് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബെവൽ ഗിയറിൻ്റെ ബെയറിംഗ് ഗിയറിൻ്റെ അവിടെ നൈസായിട്ട് ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്ത് ചെയ്തും കൊടുത്തിട്ടുണ്ട്. Searching for a longer day. People feeling like the light has just come. We must never stop the way. Yeah. Birds jumping and I hear my name, grasping into a life. Life is happy but it's so insane. We must merely make a start. Savannah, I'm coming home. Savannah, we'll never be alone. Savannah, the beauty of the world. Savannah, let's all take a walk. Savannah.
കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോക്ക് ഗിയർ ബോക്സ് ഇരുന്ന് വെച്ചത്. ഈ 2 ഗിയർ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് മോട്ടറിൻ്റെ ഡയറക്റ്റ് ഷാഫ്റ്റ് പോണ ആ ഗോൾഡൻ മെറ്റൽ ഗിയറായിട്ടാണ് നമ്മൾ വേറെ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന ഷാഫ്റ്റ് കൊടുത്തിട്ട് ആ ഷാഫ്റ്റിൽ ഒരു ഗിയർ വന്നിട്ട് ആ ഗിയറിൻ്റെ മുകളിലാണ് മോട്ടറിൻ്റെ ഷാഫ്റ്റ് എന്ന് പറഞ്ഞ ചെറിയ ഗിയർ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗിയറിൻ്റെ മുകളിൽ ഇനി മോട്ടർ വെക്കും. അപ്പോൾ ഒരു ഗിയറാണ് 2 ഗിയറാണ് നമ്മൾ ആഡ് ചെയ്യണത്. അപ്പോൾ ആ ഒരു ടോർക്ക് അധികം കൂടത്തില്ല, എന്നാൽ അത്യാവശ്യം ടോർക്ക് ഉണ്ടാവും. ആ വണ്ടിക്ക് വെയിറ്റിന് താങ്ങാൻ പറ്റണ അത്രയും ഒരു ടോർക്ക് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു 40 ഡിഗ്രിയൊക്കെ ആംഗിളിൽ വണ്ടി വെച്ച് കഴിഞ്ഞാൽ വണ്ടി തന്നെ ഓടിപ്പോകത്തൊന്നുമില്ല. എന്നാൽ അത്യാവശ്യം പവറും ഉണ്ടാവും. ഈ ഷാഫ്റ്റിൻ്റെ ബാക്കി വന്ന ലെങ്ത് കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ മോട്ടറിൽ തന്നെ മോട്ടർ കറക്റ്റ് സൂട്ടായിട്ട് ഗിയറെ മുട്ടിയിരിക്കത്തില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയണം. നമ്മുടെ കയ്യിലുള്ള ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് ലെങ്ത് കുറവാണ്. എന്ന് വെച്ചാൽ രണ്ട് ലെങ്താണ്, ഒന്ന് ചെറുതും ഒന്ന് വലുതാണ്. അപ്പോൾ ആ ലെങ്ത് കുറവുള്ള പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ നടുക്കുന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഈ കട്ട് ചെയ്യണ ഈ ഷാഫ്റ്റില്ല, അത് മെറ്റലാണ് പറഞ്ഞത്. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കട്ട് ചെയ്തിട്ട് ഈ മെറ്റൽ ഷാഫ്റ്റ് അതിൻ്റെ ഇടയിൽ വെച്ച് വെൽഡ് ചെയ്ത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് മെയിൻ ഗിയർ വന്നത്. ഈ ഗിയറിൽ നിന്നാണ് ഡ്രൈവ് ഷാഫ്റ്റിലോട്ട് ഡ്രൈവ് പോണത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഓൾറെഡി ഹോൾ ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു നമുക്ക് ഇട്ടെടുക്കേണ്ടി വന്നേനെ. ഇതിൻ്റെ സെൻറ്ററിൽ ഓൾറെഡി ഹോളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ സ്ക്രൂ കയറ്റിയിട്ട് ഗിയറും ഈ ഷാഫ്റ്റും തമ്മിൽ പൊട്ടിപ്പോയ ലൂസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലായിട്ട് 4Xൻ്റെ സാൻഡ് ചെയ്ത പൊടി അതിൻ്റെ ഉള്ളിലായിട്ട് ഇട്ടിട്ട് ഫ്ലെക്സ് ക്വിക്ക് ഗം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ. നമുക്കിത് അഴിച്ച് നോക്കാൻ പറ്റിയാലും അഴിച്ചെടുക്കാൻ നോക്കിയാലും വരത്തില്ല. ആ ഫ്രണ്ടിലത്തെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ മെറ്റൽ പീസ് കൊണ്ട് സെൻറ്ററിൽ വെൽഡ് ചെയ്ത് ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രോപ്പറായിട്ട് അത് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടില്ല. അതാണ്. പിന്നെ ഈ പീസൊക്കെ വെൽഡ് ചെയ്യാൻ നേരം കറക്റ്റ് സ്പോട്ട് അടിച്ച് കെയർഫുള്ളായിട്ട് ചെയ്യണം. ഇത് ശരിക്കും നേർമ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തിപ്പോയി ഉരുകിപ്പോയി ആ പീസ് ഫുള്ളായിട്ട് പോയാൽ മതി. മോട്ടറിൻ്റെ ഷാഫ്റ്റുള്ള മെറ്റൽ ഗിയർ ഈ ഷാഫ്റ്റിലായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത് ജസ്റ്റ് ടൈറ്റായിട്ടായിരിക്കണം, എന്നാലും വെച്ചിട്ട് 4Xൻ്റെ സാൻഡ് ചെയ്ത പൊടി ഇട്ടിട്ട് ഫ്ലെക്സ് ക്യൂക്ക് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹീറ്റൊക്കെ പറഞ്ഞതല്ലേ, അപ്പോൾ പെട്ടെന്ന് പോരത്തില്ല. ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ മോട്ടറും ഗിയേഴ്സും ഇരിക്കേണ്ടത്. അപ്പോൾ PVC ഷീറ്റ് കൊണ്ട് നമുക്ക് ഗിയറിൻ്റെ ബോക്സ് ബിൽഡ് ചെയ്തെടുത്ത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ വെക്കാൻ പറ്റും. അത്യാവശ്യം ചെറിയ മോട്ടറിൻ്റെ ഹീറ്റ് അടിച്ചാലും ഒന്നും പറ്റത്തൊന്നുമില്ല. അവിടെ താഴെ ചേസയിലൊരു കട്ടിങ് ചെയ്തായിരുന്നു ആ പ്രൊപ്പല്ലറിൻ്റെ ജോയിൻ്റ് അവിടെ ഒന്ന് മുട്ടാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ ഒരു 0.5 mm ജസ്റ്റ് കാർഡ്ബോർഡ് ഫ്ലെക്സ് ക്യൂക്ക് തന്നെ ഒഴിച്ച് ഇച്ചിരി ഹാർഡാക്കി എടുത്തിട്ട് ആ കാർഡ്ബോർഡ് അവിടെ ജസ്റ്റ് വെച്ച് ഡോട്ടായിട്ട് പശയിട്ട് കൊടുത്ത് അവിടെ നിർത്തണമെന്നുള്ളൂ. വേറെ ഒന്നിനുമില്ല, പൊടിയും മണ്ണും നമ്മുടെ ഗിയറിൻ്റെ മോട്ടറിൻ്റെ അങ്ങോട്ട് അടിച്ച് കയറരുത്. ഇത് PVC ഷീറ്റ് കട്ട് ചെയ്തെടുത്തേക്കണേന്ന് ആ മോട്ടറിൻ്റെ ഷാഫ്റ്റ് വന്നതിൻ്റെ ഒരറ്റം ഇതിൻ്റെ ആ ഹോളിലോട്ട് കയറിയാണ് ഇരിക്കണം. അപ്പോൾ സൂട്ടായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളൂ. മോട്ടറിൻ്റെ വെയിറ്റ് അതുമായിട്ട് വരത്തില്ല. ഇത് മോട്ടർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ബേസ് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഈ ഒരു പീസിലാണ് മോട്ടർ ഫിറ്റ് ചെയ്യണത്. മോട്ടറിൻ്റെ ഹെഡിൻ്റെ അവിടെ കൊടുക്കുന്ന 2 ബോൾട്ടിൻ്റെ ഹോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ടൈറ്റായിട്ട് ഇരുന്നോളും. നമ്മുടെ വണ്ടിയുടെ ചേസിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഫ്ലെക്സ് ക്യൂക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ടൈറ്റായിട്ട് ഇരുന്നോളും. ഗിയറിൻ്റെ ടീത്തേൽ പൊടിയും മണ്ണൊന്നും കയറാതിരിക്കാൻ വേണ്ടി കാർഡ്ബോർഡ് കൊണ്ട് ജസ്റ്റ് എപ്പോൾ വേണമെങ്കിലും അടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കാർഡ്ബോർഡ് കൊണ്ടൊരു ബോക്സ് ഉണ്ടാക്കി കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. So come here, baby, listen
don't stay the night. Don't try to change my mind. Baby, please don't stay the night. I must do what's right. Don't make me ask you twice. Oh, don't stay the night. Don't try to turn it to a fight. You know I love you by my side. Just don't stay the night. I must do what's right. I'm done being polite. Oh, don't stay the night. Would you be waiting? ഗിയർ ബോക്സ് മാറ്റണതിന് മുമ്പ് ഇങ്ങനെ നിൽക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു കയറ്റം കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രോട്ടിൽ നിന്ന് കൈ എടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി നേരെ ബാക്കായിട്ട് പോകും. ഇതിപ്പോൾ നമ്മൾ ത്രോട്ടിൽ നിന്ന് കൈ എടുത്തിട്ടും വണ്ടി അങ്ങനെ തന്നെ ആ പിടുത്തത്തിൽ നിൽക്കണേ. എന്ന് വെച്ചാൽ ഗിയറിൻ്റെ എണ്ണം കൂടിയതുകൊണ്ട് മോട്ടറിൻ്റെ അങ്ങോട്ട് പവർ ഇല്ലത്തില്ല. റിവേഴ്സ് കൊടുത്തേ. ഞാൻ കൊടുത്തേ. പതുക്കെ കൊടുക്കണേ. അവിടുത്തെ ഒരു മിനിറ്റ് ഒരു പരിപാടി കളിക്കട്ടെ. ഈ കല്ലൊക്കെ മാറ്റിട്ട് ഈ ലെഫ്റ്റ് പിടിച്ച് ഈ ഫ്രണ്ട് എടുത്ത് ആണ് റൈറ്റ് എടുക്ക്. റൈറ്റ് എടുക്ക്. ഇനി ബാക്ക് എടുത്തേ. റൈറ്റ് അടിച്ചിട്ട് തന്നെ ബാക്ക് എടുത്തേ. ഒരു മിനിറ്റ്
ആ അടുത്ത സ്റ്റിയറിംഗ് തിരിച്ചു പോകാം.